ജമ്മു കാശ്മീർ പിടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് പറ്റുമോ? ഐസ്ക്രീം ഡിപ്ലോമസിയിലൂടെ അവിടുത്തെ ജനങ്ങളെ ജയിക്കാൻ അദ്ദേഹത്തിനാകുമോ? ജമ്മു കാശ്മീർ ഇന്ത്യക്ക് പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്? 370 വകുപ്പ് റദ്ദാക്കിയതിനു ശേഷം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടക്കുന്ന ആദ്യ ഇലക്ഷന്റെ ഭാവി എന്താകും? ഇന്ത്യ എങ്ങനെ അത് സ്വാധീനിക്കും? നമസ്കാരം. ശ്രീ രാഹുൽ ഗാന്ധി കാശ്മീരിലാണ്. ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതായത് ഓഗസ്റ്റ് 20-ന് അവിടുത്തെ ഫസ്റ്റ് ഫേസ് ഓഫ് വോട്ടിങ്ങിന് അതിന്റെ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യുകയുണ്ടായി. സെപ്റ്റംബർ 18, സെപ്റ്റംബർ 25, ഒക്ടോബർ 1 ഇവയാണ് ജമ്മു കാശ്മീരിലെ ഇലക്ഷൻ തീയതി. ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് നമുക്കറിയാം. കാശ്മീർ ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖലയും ജമ്മു കൂടുതൽ ഒരു ഹിന്ദു ഡോമിനേറ്റഡ് സ്പേസും മറ്റുമാണ്. ജമ്മു കാശ്മീരിന്റെ തർക്കം പാകിസ്ഥാനുമായിട്ടുള്ള തർക്കത്തിൽ പ്രധാനമാണ്. ഇന്ത്യയുടെ സെക്യൂരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റും വളരെ പ്രധാനമാണ്. 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന ആദ്യ ഇലക്ഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. 24 സീറ്റുകളാണ് ഒന്നാം ഫേസിലുള്ളത്. അവിടെ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പല ഫേസുകളിലും നടക്കുന്ന സ്ഥലങ്ങളിൽ തീവ്രവാദ പ്രശ്നമുണ്ട്, കലാപത്തിന്റെ പ്രശ്നമുണ്ട്. ഏകദേശം 1 ദശാബ്ദത്തോളം 10 വർഷത്തോളം ഇവിടെ ഇലക്ഷൻ നടന്നിട്ടില്ല. അവിടെയാണ് സുപ്രീം കോടതി ഈ അസംബ്ലി ഇലക്ഷൻ 30-ാം തീയതി, അതായത് സെപ്റ്റംബർ 30-ന് മുമ്പ് നടത്തണം എന്ന് പറയുകയുണ്ടായി. ഇത് ഫസ്റ്റ് ഫേസ് ഓഫ് ഇലക്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ PDP എന്ന പാർട്ടിയുമായി ചേർന്ന് BJP ആയിരുന്നു പണ്ട് ഭരിച്ചിരുന്നത്. 2018-ൽ BJP PDPക്കുള്ള പിന്തുണ പിൻവലിക്കുകയും അങ്ങനെ കോalition ഗവൺമെന്റ് തകരുകയും ആ സ്റ്റേറ്റിനെ ഗവർണറുടെ റൂളിൽ കൊണ്ടുവരികയും ചെയ്തു. 2019-ലാണ് യൂണിയൻ ഗവൺമെന്റ്, അതായത് നരേന്ദ്രമോദി ഗവൺമെന്റ് 370 വകുപ്പ് റദ്ദാക്കുകയും സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നത് മാറ്റുകയും ചെയ്തു. അത് ശരിയാണോ തെറ്റാണോ തുടങ്ങിയ ധാരാളം തർക്കങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് മറ്റൊരു കോൺട്രവേഴ്ഷ്യൽ വിഷയമാണ്. അത് വളരെ ന്യൂവാൻസുകൾ നമ്മൾ നോക്കേണ്ട വിഷയമാണ്. എന്തായാലും ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, കാശ്മീർ ഇന്ത്യയുടെയാണ്. അത് പറയുമ്പോൾ പോലും കാശ്മീർ ഇന്ത്യയുടെയാണ് എന്ന് പറയുമ്പോൾ കാശ്മീരികളും ഇന്ത്യയുടെയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. കാശ്മീരികളെ കൂടി ഉൾക്കൊള്ളുന്ന ആ കാശ്മീരികളിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളുമാണ്. കാശ്മീർ ഇന്ത്യയുടെയാണ് എന്ന് നമ്മൾ ജിങ്കോയിസ്റ്റിക് ആയി എന്താ പറയുക നെഞ്ചത്തടിച്ച് രാജ്യസ്നേഹത്തോടെ വിളിച്ചു പറയുമ്പോൾ കാശ്മീരികളും ഇന്ത്യയുടേതാണ്. അവരെ പരമാവധി വിശ്വാസത്തിലെടുക്കാനും അവരെ ഒരുമിച്ച് കൊണ്ടുപോകാനും നമുക്ക് കഴിയണം. ആ വിശ്വാസത്തിലെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് അടക്കം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് മറ്റും വേണ്ടി അവിടെ ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ ചെലവാക്കും. പാകിസ്ഥാന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളടക്കം പല കാര്യങ്ങളും അവിടെയുണ്ട്. പാകിസ്ഥാൻ അവിടെ ചെയ്യുന്നത് ഒരു മുസ്ലിമിനോടും താല്പര്യമുള്ളതുകൊണ്ടല്ല, പാകിസ്ഥാന് ഏതെങ്കിലും അവിടുത്തെ ആൾക്കാരെ നന്നാക്കണമെന്നുള്ളതുകൊണ്ടല്ല, പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ISIക്ക് പാകിസ്ഥാനിൽ, അതായത് പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISIക്കും ആർമിക്കും പാകിസ്ഥാനിൽ ഒരു മേൽക്കൈ കിട്ടാനും വേണ്ടിയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ കാശ്മീരി ജനതയാണ് ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്രീയത്തിനിടയിൽ പെട്ടുപോകുന്നത്. പക്ഷേ കാശ്മീരികൾ ഇന്ത്യയോടുകൂടെ നിൽക്കുന്നതാണ് അവർക്കും നല്ലത്, നമുക്കും നല്ലത്, ഇന്ത്യ മഹാരാജ്യത്തിന് നല്ലത്. കാശ്മീർ പണ്ട് ഭരിച്ചിരുന്നത് രാജാ ഹരിസിംഗ് ഒക്കെയാണ്. ആ കാലം മുതലേ ഹിന്ദു മുസ്ലിം ഐക്യം നല്ല രീതിയിലുള്ളൊരു സ്ഥലമാണ്. പഴയ കാശ്മീരി ബ്രാഹ്മണ, കാശ്മീരി ശൈവൈറ്റ്, കാശ്മീരി പണ്ഡിറ്റ് സംസ്കാരമൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. സൂഫി പാരമ്പര്യം കാശ്മീരിലുണ്ട്. അങ്ങനെ വലിയൊരു സിൻക്രറ്റിക് കൾച്ചറാണ് ഭൂമിയിലെ സ്വർഗമായ കാശ്മീരിനുള്ളത്. ആ കാശ്മീരിനെ അവിടെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളും ഉണ്ടായി. കാശ്മീരി പണ്ഡിറ്റുകൾ 3 മുതൽ 5 ലക്ഷം വരെ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് പലായനം ചെയ്യേണ്ടി വന്നു. തീവ്രവാദത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, ആർമി എക്സസിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ BJPയും വലതുപക്ഷക്കാരും കാശ്മീരി പണ്ഡിറ്റുകളുടെ വിഷയം മാത്രം പറയും. നേരെ മറിച്ച് ലെഫ്റ്റ് ലിബറലുകളും കോൺഗ്രസിലെ പല ആൾക്കാരും ആർമിയുടെ എക്സസിന്റെ വിഷയം മാത്രം പറയും. ആ എക്സസിന്റെ ഭാഗമായി ചിലപ്പോഴെങ്കിലും പ്രശ്നം ഉണ്ടായി. രണ്ടിനും അപ്പുറത്ത് പോസിറ്റീവായ ഒരു സന്തുലനവും സമവായവും ഉണ്ടാകണമെന്ന ആഗ്രഹമാണ് നമ്മളെ നയിക്കേണ്ടത്. ആ ആഗ്രഹത്തിൽ പോട്ടെ. രാഹുൽ ഗാന്ധിക്ക് ജമ്മു കാശ്മീർ പിടിക്കാനാകുമോ? കോൺഗ്രസിന് വലിയ കുതിപ്പുണ്ടാകുമോ? അത് മഹാരാഷ്ട്ര ഇലക്ഷൻ അടക്കം ഒരുപാട് കാര്യങ്ങളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാശ്മീർ ഐസ്ക്രീം ഡിപ്ലോമസിയിലൂടെ രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ കഴിയുമോ? കാത്തിരുന്ന് കാണാം.